Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something new in your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ Get വിശ്വസിക്കുന്നു. ready to receive that. അത് സ്വീകരിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ തയ്യാറാവുക. We are getting into the real matter within a few seconds. So invite everyone to watch this program. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വേഗത്തിൽ കടക്കാൻ പോകുകയാണ്. എന്നാൽ അതിനു മുന്നമേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഇത് കാണുവാൻ വേണ്ടി ക്ഷണിക്കുക. Share the link of this video with others. ഈ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. Let's pray for the sponsors. ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ പറവൂരിൽ നിന്ന് ആൽഫയാണ്. Thank you so much, Alpha. ജൂൺ 20 അവരുടെ മകൾ എന്ന് വെച്ചാൽ നാളെ വൈഷ്ണവിയുടെ ജന്മദിനമാണ്. Happy birthday, Vaishnavi, in advance. കർത്താവേ, വൈഷ്ണവിയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കുവാനും ഭാവി സുരക്ഷിതമാകുവാനും കർത്താവിന്റെ കൃപ ആ മകളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. May God bless you. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Let's worship the Lord and come back. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. എന്നിട്ട് മടങ്ങി വരാം. നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ എന്നേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. ഒരിക്കൽ കൂടെ നിൻ സ്നേഹത്താൽ, നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ യേശുവേ, ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ, അങ്ങേ ദർശിപ്പാനേക്കാവണേ യേശുവേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നിലെ ദുഃഖങ്ങൾ എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. ഓ യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി. ഓ എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. ഓ എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. This is a breaking news. This is a good news. ഇത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്, ഒരു ഗുഡ് ന്യൂസ് ആണ്. In this pandemic season, Blessing Today is planning something, a huge project to help you grow in the Lord. കർത്താവിൽ വളരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ
വലുതായിട്ടുള്ള ഒരു പദ്ധതി ബ്ലെസ്സിംഗ് ടുഡേ പ്ലാൻ ചെയ്യുകയാണ്. This is about the bunch of books that we are going to distribute everywhere. എല്ലായിടത്തേക്കും ഒരു കൂട്ടം പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഈ ഒരു പദ്ധതി This എന്നുള്ളത്. is almost free of cost. ഇത് ഏതാണ്ട് ഇത് ഫ്രീ ആണ്. But you need to pay only the postage and the handling charges. നിങ്ങൾ അതിനുവേണ്ടി നൽകേണ്ടത് പോസ്റ്റേജും അത് കൈകാര്യം ചെയ്യുവാനുള്ള പണവും മാത്രമാണ്. The list of the set of books that we are going to give you is worth maybe around 1,000 rupees. ഞങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന പുസ്തകക്കൂട്ടത്തിന് നൽകേണ്ടുന്ന വില യഥാർത്ഥത്തിൽ ഏതാണ്ട് 1000 രൂപയാണ്. But you need to pay just 200 rupees as postage and handling charges. എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി നൽകേണ്ട തുക എന്നുള്ളത് വെറും 200 രൂപ മാത്രമാണ്. അത് പോസ്റ്റേജ് ഇനത്തിലും മറ്റ് അതിന്റെ പാക്കിങ്ങിനും വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. Maybe some of these Blessing Today titles you already have. ബ്ലെസ്സിംഗ് ടുഡേയുടെ ചില ടൈറ്റിലുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കും. But get different sets of these books so that you can give to others as gifts. എന്നാൽ ഇത്തരത്തിലുള്ള ഈ പുസ്തകക്കൂട്ടം നിങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് വിതരണം ചെയ്യുവാൻ സാധിക്കും. Maybe you have all the books, but what you can do is give us your friend's address. We will send the sets of book directly to them. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരുടെ അഡ്രസ് ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ ഈ പുസ്തകം അവർക്ക് അയച്ചു കൊടുക്കാം. And this is very, very, very easy. ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. Just Google Pay 200 rupees to Blessing Today Resources WhatsApp number. ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് ദയവായി 200 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. Or you can send money order. അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി ഓർഡർ അയക്കാൻ Or you സാധിക്കും. can do a bank transfer. അല്ലെങ്കിൽ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ All സാധിക്കും. the details are shown on the screen. ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. But remember to send the image, the photo of the transaction details to the Blessing Today Resources WhatsApp number. എന്നാൽ നിങ്ങൾ ഏത് രീതിയിലാണ് പണം അയച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ വിവരങ്ങൾ, അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഫോട്ടോ എടുത്ത് ഇപ്പോൾ കാണുന്ന ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ദയവായി അയക്കുക. Don't send it to any other WhatsApp number. മറ്റ് ബ്ലെസ്സിംഗ് ടുഡേയുടെ മറ്റ് വാട്സ്ആപ്പ് നമ്പറുകളിൽ ഈ കാര്യം അയക്കരുത് എന്നുകൂടെ ഓർപ്പിക്കുകയാണ്. Also, do remember to send in your clear, full address and phone number. അപ്പോൾ തന്നെ ഏത് വ്യക്തിക്കാണോ അയക്കേണ്ടത് അത് നിങ്ങളുടേതാണെങ്കിൽ അങ്ങനെ, മറ്റൊരു വ്യക്തിയുടേതാണെങ്കിൽ ആ വ്യക്തിയുടെ മേൽവിലാസം വളരെ വ്യക്തതയോടെ തന്നെ എഴുതി അറിയിക്കുക. And from Blessing Today office, we will be sending it as registered parcel. ബ്ലെസ്സിംഗ് ടുഡേ ഓഫീസിൽ നിന്ന് അത് രജിസ്റ്റേർഡ് പാർസലായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. And you will be provided with the tracking number so that you can track the parcel. അത് മാത്രമല്ല നിങ്ങൾക്ക് അതിന്റെ ട്രാക്കിംഗ് നമ്പർ കൂടെ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പാർസൽ ട്രാക്കിംഗ് രീതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. But remember, this offer remains only till there is stock of the books. ഈ പുസ്തകത്തിന്റെ സ്റ്റോക്ക് ഉള്ളിടത്തോളം മാത്രമായിരിക്കും ഇത് ലഭ്യമാകുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുക. And in case as it progresses, if any one of the titles we are running short, we will be sending the remaining books. ഇനി ഏതെങ്കിലും ഇതിലെ ടൈറ്റിലുകൾ, ഏതെങ്കിലും പുസ്തകങ്ങൾ ഇതിനകത്ത് കുറവ് വന്നു പോയാൽ ബാക്കിയുള്ളവയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. And remember, we cannot send this outside India. അത് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലേക്ക് ഞങ്ങൾക്ക് ഇത് അയക്കുവാൻ സാധ്യമല്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. You need to send only 200 rupees. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അയക്കേണ്ടത് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ 200 രൂപ മാത്രമാണ്. But if God is prompting you to send more money, no problem, it will be used for sending to others. ഇനിയിപ്പോൾ ദൈവം നിങ്ങളോട് കൂടുതൽ പണം അയക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. കാരണം മറ്റുള്ള അനേകർക്ക് നമുക്ക് ഈ പുസ്തകങ്ങൾ അയക്കുവാൻ സാധിക്കും. Or you can sponsor the whole set for some people. You can send 500 rupees or 1,000 rupees or 5,000 rupees or 50,000 rupees, no problem. That more and more people will be blessed. അല്ലെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയോ 5000 രൂപയോ 50,000 രൂപയോ ഏതാണോ ദൈവം നിങ്ങളോട് പറയുന്നത് അത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്രദമാകുവാൻ വേണ്ടി നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. And I have also a desire in my heart. എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ആഗ്രഹമുണ്ട്. We want to gift at least one Tamil prayer diary to every Tamil family residing in the state of Kerala. കേരളത്തിൽ താമസിക്കുന്ന ഓരോ തമിഴ് കുടുംബത്തിലും ഒരു തമിഴ് പ്രയർ ഡയറി എങ്കിലും കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. And we can work together. നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാം. And also to print these
Tamil prayer diaries, you can send your financial gifts. അതുമാത്രമല്ല ഈ ഒരു തമിഴ് പ്രയർ ഡയറി പ്രിന്റ് ചെയ്യുവാനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുവാൻ ആവശ്യപ്പെടുകയാണ്. So that we can bless all the Tamil people in the state of Kerala free of cost. അത് അങ്ങനെയെങ്കിൽ കേരളത്തിലുള്ള എല്ലാ തമിഴ് തൊഴിലാളികൾക്കും അത്തരത്തിലുള്ള കുടുംബങ്ങൾക്കും നമുക്ക് ഇത് ഫ്രീ ആയിട്ട് നൽകുവാൻ സാധിക്കും. Take your mobile phones right away, Google Pay that amount, and these books will be yours, or you can send it to other people. ഈ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഇപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യുക. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉടനടി സ്വന്തമാകാൻ പോവുകയാണ്. Yesterday we saw that a good name is greater than the finest perfume. ഇന്നലെ നമ്മൾ കണ്ട കാര്യമാണ്, ഒരു നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും ഉത്തമമാണ്. And the day of death is bigger, greater than the day of birth. അതുപോലെ തന്നെ ജനന ദിവസത്തെക്കാൾ ഉത്തമമായ ദിവസമാണ് മരണ ദിവസം എന്നുള്ളത്. The greatest name, the best name Jesus has. ഏറ്റവും നല്ല പേര്, ശ്രേഷ്ഠമായ നാമം ഉള്ളത് യേശു ക്രിസ്തുവിനാണ്. And his death became more important than his birth. അത് മാത്രമല്ല അവന്റെ മരണം അവന്റെ ജനനത്തെക്കാൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. In that sense, Good Friday is more important than Christmas. അതിന്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ക്രിസ്മസിനേക്കാൾ പ്രാധാന്യമുള്ളത് ഗുഡ് ഫ്രൈഡേക്കാണ്. Hallelujah. ഹല്ലേലൂയ. On Christmas, Jesus came into this world. ക്രിസ്മസ് ദിനത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. But we have bigger celebration on Christmas Day. എന്നാൽ ക്രിസ്മസ് ഡേയിൽ നമുക്ക് വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. On Good Friday, we have Good Friday service. It's not a celebration. It is an observation of the death of Christ. We are all sad. We are lamenting, oh, our Lord died. എന്നാൽ ഗുഡ് ഫ്രൈഡേ, ദുഃഖവെള്ളിയാഴ്ച ദിവസം, അന്നത്തെ ദിവസം ഓർമ്മ പുതുക്കലിന്റെ ദിവസമായിട്ടാണ് സാധാരണ ആളുകൾ കൊണ്ടാടുന്നത്. വളരെ ദുഃഖിതരായിട്ട്, ഓ ദൈവത്തിന്, യേശുവിന് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. But that is the day we should celebrate, because that is the day Jesus captured all the weapons of the enemy and he had the greatest victory on the cross of Calvary. എന്നാൽ ആ ദിവസമാണ് സത്യത്തിൽ നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത്. കാരണം ആ ദിവസമാണ് സാത്താന്റെ സകല ആയുധ വർഗങ്ങളെയും യേശു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ പിടിച്ചെടുത്ത് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയത്. Hallelujah. ഹല്ലേലൂയ. Yesterday I was also talking about the improper use of the name of Jesus. ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചൊരു കാര്യമാണ് ശരിയല്ലാത്ത വിധത്തിൽ യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. We should have a right relationship with the Lord. ശരിയായ വിധത്തിൽ നാമം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ശരിയായ We ബന്ധമുണ്ടായിരിക്കണം. should accept the name of Jesus. അതുപോലെ തന്നെ യേശുവിന്റെ നാമത്തെ നാം സ്വീകരിക്കണം. And we should esteem the name of Jesus above all other names. മറ്റെല്ലാ നാമത്തെക്കാളും അധികമായിട്ട് യേശുവിന്റെ നാമത്തെ നാം ഉയർത്തണം. Shout hallelujah. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ. Okay, let's read John chapter 20 and verse number 31. ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വചനം നമുക്ക് വായിക്കാം. But these are written that you may believe that Jesus is the Christ, the Son of God, and that by believing you may have life in his name. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. There is life in his name. ഓർക്കുക, അവന്റെ നാമത്തിൽ ജീവനുണ്ട്. Everybody said there is life in the name of Jesus. എല്ലാവരും ചേർന്ന് പറയാമോ? യേശുവിന്റെ നാമത്തിൽ ജീവനുണ്ട്. There is life in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ജീവനുണ്ട്. Shall we read that once again? ഒരിക്കൽ കൂടെ നമുക്കൊന്ന് വായിക്കാം. These are written. John the Apostle has written these, the entire Gospel of John, that you may believe that Jesus is the Christ, the Son of God, and that by believing you have life in his name. യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ യോഹന്നാന്റെ ഈ സുവിശേഷ ഈ അധ്യായങ്ങളിലെ ഓരോ ഭാഗങ്ങളും താൻ എഴുതിയിരിക്കുന്നതിന്റെ ലക്ഷ്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 31-ാമത്തെ വചനം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. There is life in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ജീവനുണ്ട്. But when you believe in that name, you will receive
receive the life. ഓർക്കുക, നിങ്ങൾ ആ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ജീവനാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. And that life is actually eternal life. ആ ജീവൻ എന്നുള്ളത് നിത്യജീവനാണ്. Hallelujah. ഹല്ലേലൂയ. So we should receive salvation, eternal life, in the name of Jesus or through the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിന്ന് അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിലൂടെ നിങ്ങൾ നിത്യജീവനെയാണ്, ക്രിസ്തുവിന്റെ ജീവനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. Shout hallelujah. ചേർന്നുറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Acts chapter 4 verse number 12. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ We വചനം. frequently read this verse. നമ്മൾ തുടർമാനമായി വായിക്കുന്ന ഒരു വചനഭാഗമാണത്. Salvation is found in no one else, for there is no other name under heaven given to men by which we must be saved. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. I think from last December, almost every week, multiple times I read or I listen to the audio of Acts of the Apostles. കഴിഞ്ഞ ഡിസംബർ മുതൽ ഇങ്ങോട്ട് പല ആഴ്ചകളിലും അപ്പസ്തോല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓഡിയോ കേൾക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. Because this is the year of greater move of God. കാരണം ഇത് ദൈവപ്രവൃത്തികളുടെ മുന്നേറ്റത്തിന്റെ ഒരു വർഷമാണ്. And when I came to Acts chapter 4, ഞാൻ അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ the context of this proclamation I just studied. ഇപ്പോൾ നാം വായിച്ചു കേട്ട ഈ ഭാഗത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നാം പഠിക്കുവാൻ തുടങ്ങി. A lame man got healed. ഇതിന്റെ 3-ാം അധ്യായത്തിൽ മുടന്തനായിട്ടുള്ള ഒരു വ്യക്തി സൗഖ്യമാകുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു. And then the apostles were arrested and they were persecuted. അപ്പോൾ അപ്പസ്തോലന്മാർ ആ കാരണം നിമിത്തമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്തു. They were put in prison. അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. And then they were brought to the Sanhedrin. അതിനുശേഷം അവർ സെന്നിദ്രിയം എന്ന് പറയുന്ന സംഘത്തിന്റെ മുൻപാകെ വിചാരണയ്ക്കായി വന്നു. The high priests were sitting. There were 2 high priests. 2 മഹാപുരോഹിതന്മാർ അന്നുണ്ടായിരുന്നു, അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. Other religious leaders are sitting there. മറ്റ് മത നേതാക്കന്മാരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. In that Sanhedrin or in that council, Peter is proclaiming, Peter and John, both of them are proclaiming to them, not to the general public, not to a crowd like that they had on the day of Pentecost. To the council they are proclaiming this: salvation with boldness is found in no one else. Amen. ഇവിടെ ഇപ്പോൾ പത്രോസ് ധൈര്യസമേതനായി നിന്നുകൊണ്ട് അവിടെ ഇരിക്കുന്ന സെന്നിദ്രിയം സംഘത്തിന്റെ തലവന്മാരായിക്കൊണ്ട് മഹാപുരോഹിതന്മാരും ഉന്നതന്മാരുമായിരിക്കുന്ന അവരോടാണ് പത്രോസ് ഇപ്പോൾ സംസാരിക്കുന്നത്. പെന്തിക്കോസ്ത് ദിനത്തിൽ അവിടെ വന്ന സാമാന്യ ജനത്തോട് സംസാരിച്ചതുപോലെയല്ല, ഈ അധികാരസ്ഥരായവരോട് വളരെ ചങ്കൂറ്റത്തോടെ പത്രോസ് സംസാരിക്കുകയാണ്. രക്ഷ മറ്റൊന്നിനുമില്ല, ഒരൊറ്റ നാമത്തിന്റെ മേൽ മാത്രമേ ഉള്ളൂ. Did they receive the name of Jesus right away? അവർ അപ്പോൾ തന്നെ ഈ യേശുവിന്റെ നാമം സ്വീകരിച്ചുവോ? No. ഒരിക്കലുമില്ല. They were warned, now you cannot use that name anymore to heal the sick. പകരം അവർ അവിടെ ഒരു വലിയ ആജ്ഞ കൊടുക്കുകയാണ് ഉണ്ടായത്, ഇനി ഒരിക്കലും ഒരാളെയും സൗഖ്യമാക്കുവാൻ ഈ നാമം ഉപയോഗിക്കരുത്. They were beaten and they were warned and threatened and sent away. അവർ അവിടെ അവരുടെ ശരീരത്തിൽ ഉപദ്രവമേൽപ്പിക്കപ്പെട്ടു, അവർക്ക് ചില വാർണിംഗ് ലഭിച്ചു, ഭീഷണി അവർക്ക് നേരെ ഉണ്ടായി, അതിനുശേഷം അവരെ പറഞ്ഞയച്ചു. But I marveled at the boldness the apostle had to proclaim, to lift up the name of Jesus before the Jewish council. എന്നാൽ ആ യഹൂദന്മാരുടെ കൗൺസിലിന്റെ മുന്നാകെ ഇത്രത്തോളം ധൈര്യസമേതമായി നിന്ന ആ അപ്പസ്തോലന്മാരുടെ ധൈര്യവും ചങ്കൂറ്റവും കണ്ട് എനിക്ക് ആശ്ചര്യം തോന്നുന്നു. And we are going to read this Acts chapter 4 verse number 12, all of us together now. ഈ സമയത്ത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനം നമ്മൾ എല്ലാവരും ചേർന്ന് വായിക്കാൻ. Somebody can put that in the live chat. ഈ സമയത്ത് ആരെങ്കിലുമൊക്കെ അത് ലൈവ് ചാറ്റിലേക്ക് വചനഭാഗം ഇടുക. English, Malayalam, Hindi, Tamil, all languages put. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് എന്തൊക്കെയാണോ എല്ലാ ഭാഷകളും And ഇടുക. let's read together. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. Salvation is found in no one else, for there is no other name under heaven given to men by which we must be saved. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. If there were, we would provide it with.
അങ്ങനെ ഒരു നാമം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുമായിരുന്നു. Matthew chapter 1 verse number 21. മത്തായിയുടെ സുവിശേഷം 1-ാം 21-ാമത്തെ വചനം. The angel is proclaiming, she will give birth to a son, and you ought to give him the name Jesus, because he will save his people from their sins. ഇപ്പോൾ അവിടെ പറയുകയാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും. ദൂതൻ പറയുകയാണ്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. That means salvation is contained in that name. അതിന്റെ അർത്ഥം രക്ഷ ആ നാമത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. Jesus, or in the Old Testament Yeshua or Yehoshua, means the Lord saves. യേശുവ അത് യഹോശുവ എന്ന് പറയുന്ന യേശു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. Salvation is contained in that name. ഓർക്കുക, രക്ഷ ആ നാമത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Now, when I think recently I preached, there were a lot of boys named Jesus in Jesus days. ഞാൻ ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ചല്ലോ, ആ കാലങ്ങളിൽ ഒത്തിരി കുട്ടികളുടെ പേരും യേശു എന്നുണ്ടായിരുന്നു. Then one brother sent me a personal WhatsApp message. ഒരു ബ്രദർ എനിക്ക് ആ സമയത്ത് ഒരു പേഴ്സണൽ വാട്സ്ആപ്പ് മെസ്സേജ് How അയച്ചു. do you know that, brother? Because only Jesus has the name of Jesus. He didn't like that. ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദറിനെ എങ്ങനെ അറിയാം അങ്ങനെ ഒരു പേര് വേറെ കുട്ടികൾക്കുണ്ടായിരുന്നു എന്ന്. കാരണം അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. Because in the Old Testament, Yehoshua was a common name. പഴയ നിയമത്തിൽ യഹോശുവ എന്ന് പറയുന്നത് ഒരു പൊതുവെ ഒത്തിരി കുട്ടികൾക്കുള്ള And പേരായിരുന്നു. in the New Testament period, it became a little more different, Jesus, and that is English. But that was also a common name. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന് ജീസസ് അതൊരു ഇംഗ്ലീഷ് പേരാണ്, എങ്കിലും അതൊരു സാധാരണ ഒരു പേരായിട്ട് മാറ്റപ്പെട്ടു. Even in the Bible, we read about Bar Jesus. ബൈബിളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ബർയേശു. And many people had the same name. ഒത്തിരി ആളുകൾക്കും ഇതേ പേരുകൾ തന്നെ ഉണ്ടായിരുന്നു. And in the epistle written by John, he says there are many who are carrying this name. അതുപോലെ തന്നെ സുവിശേഷം എഴുതിയിട്ടുള്ള യോഹന്നാൻ പറയുന്നത് അനുസരിച്ചിട്ട് ഒത്തിരി പേർക്ക് ആ പേരുകൾ ഉണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. We are believing in not in any other Jesus, but God who came in the flesh. In him we believe. എന്നാൽ അന്ന് ആ കാലത്തുണ്ടായിരുന്ന എല്ലാ യേശുവിലുമല്ല നമ്മൾ വിശ്വസിക്കുന്ന, മറിച്ച് ദൈവം മനുഷ്യരൂപത്തിലേക്ക് ജഡമെടുത്തുകൊണ്ട് കടന്നു വന്ന നമ്മുടെ ദൈവപുത്രനായ യേശുവിലാണ് നാം വിശ്വസിക്കുന്നത്. And even Jesus himself with his own lips, he said, many shall take my name. യേശു കർത്താവ് തന്റെ വായ് കൊണ്ട് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, പലരും എന്റെ നാമത്തിൽ എന്റെ പേരെടുത്തുകൊണ്ടുവരും. That means many are carrying that name. അതിന്റെ അർത്ഥം ഒത്തിരി പേർ ആ പേര് വഹിക്കുന്നുണ്ടെന്നാണ്. So it is not just the name, it is the person who is behind the name that matters. അതുകൊണ്ട് ഇതിന്റെ വെറും പേരിലല്ല കാര്യമിരിക്കുന്ന, ഈ പേരിന്റെ പിറകിലിരിക്കുന്ന വ്യക്തിയിലാണ് ഇതിന്റെ പ്രാധാന്യത. That Son of God, he has the power to save the entire world. ഈ പേരിന്റെ പിറകിലുള്ള ആ ദൈവപുത്രനാണ് ഈ ലോകത്തിന്റെ മുഴുവൻ അധികാരവും കൈവശമായിട്ടുള്ളത്. Sinless character. കാരണം അവൻ പാപരഹിതനായ വ്യക്തിത്വത്തിനുടമയാണ്. He can take away, and with his blood he can wash away all the sins of humanity. മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും, മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങളും അവന്റെ രക്തത്താൽ അവൻ തുടച്ചു മാറ്റുന്നു. Let's read 1 Corinthians chapter 6. ഇനി ഇപ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Verse number 11. അതിന്റെ 11-ാമത്തെ വചനം. And that is what some of you were, but you were washed, you were sanctified, you were justified in the name of the Lord Jesus Christ and by the Spirit of our God. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. So there is sanctification also in that name. ഓർക്കുക, ശുദ്ധീകരണം, ഈ നാമത്തിൽ ശുദ്ധീകരണമുണ്ട്. Completely depend on that name. ആ നാമത്തിൽ പരിപൂർണമായി ആശ്രയിക്കാൻ വകയുണ്ട്. When you read Psalm 116, ഇനി ഇപ്പോൾ 116-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വരാം. verse number 13, അതിന്റെ 13-ാമത്തെ വചനം. the psalmist is
saying, even wondering, what shall I do for in return of all the benefits God has done for me? അവിടെ എഴുതിയിരിക്കുന്ന 12-ാമത്തെ വചനം, ദൈവം യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും അവന് ഞാൻ എന്ത് പകരം കൊടുക്കും? Verse number 13, I will lift up the cup of salvation and call upon the name of the Lord. എന്നാൽ അവിടെ 13-ാമത്തെ വചനം പറയുന്നത്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. Hallelujah. ഹല്ലേലൂയ. That name is very important. ആ നാമം വളരെ പ്രധാനപ്പെട്ടതാണ്. When people are in need, they call upon many different names. ജനങ്ങൾ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പല നാമങ്ങൾ വിളിക്കും. Even when they trip upon some stone or something, they call the name of many other things. ഒരു കല്ലെ തട്ടി വീഴാൻ പോകുമ്പോൾ തന്നെ അവർ ഏതെങ്കിലും ഒരു നാമമാണ് പെട്ടെന്ന് വായിൽ നിന്ന് പുറത്തു വരുന്നത്. But there is only one name we can trust, we can depend, we can call upon, given by God, authorized name. എന്നാൽ നമുക്ക് എല്ലാ കാലത്തും വിളിക്കുവാൻ വേണ്ടി ഉറപ്പുള്ള അധികാരമുള്ള ഒരൊറ്റ നാമമേ ഉള്ളൂ. Psalm 16 and verse number 4. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം, The sorrows of those will increase who run after other gods. I will not pour out their libations of blood or take up the names on my lips. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. Hallelujah. Hallelujah. It's a personal decision. ഇതൊരു വ്യക്തിപരമായ തീരുമാനമാണ്. Look here, brothers and sisters. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും, Can we take this decision now? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ തീരുമാനം എടുക്കാൻ സാധിക്കുമോ? It says, I will not pour out their libations of blood or take up their names on my lips. അവിടെ എഴുതിയിരിക്കുന്നത്, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ ഇനി അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. See, before in the beginning itself he says, the sorrows of those will increase who run after other gods. ആദ്യം അവിടെ എഴുതിയിരിക്കുന്ന അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ How many വർദ്ധിക്കുമെന്ന്. of you want more sorrows in your life? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർക്ക് കൂടുതൽ വേദനകൾ വേണമെന്നുണ്ട്? Already there are enough sorrows. ഇപ്പോൾ തന്നെ ധാരാളം വേദനകൾ നിങ്ങൾക്കുണ്ട്. If you want to add sorrows to that, go after other gods, false gods. നിങ്ങൾക്ക് വേദനകൾ കൂടുതലായിട്ട് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അന്യദൈവന്മാരുടെ പുറകെ പോയാൽ മതി. But this man is taking a personal decision in his heart. I will not take up their names on my lips. എന്നാൽ ഈ വ്യക്തി വ്യക്തിപരമായി എടുത്തിരിക്കുന്ന തീരുമാനമാണ്, ഇത്തരത്തിലുള്ള അന്യ ദൈവങ്ങളുടെ നാമങ്ങൾ എന്റെ നാവിന്മേൽ എടുക്കുകയില്ല. Shout hallelujah. ചേർന്ന് ഹല്ലേലൂയ. If you're taking that decision, I want to read it in the live chat. നിങ്ങൾ അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈവ് ചാറ്റിൽ ഇപ്പോൾ നിങ്ങളുടെ തീരുമാനത്തെ കാണിക്കുക. Just write, I will never take up the name of other gods on my lips. ഇപ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം ഇതാണ്, ഈ അന്യ ദൈവങ്ങളുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ ഇനി ഒരിക്കലും ഉരുവിടാൻ വേണ്ടി ഞാൻ എടുക്കുകയില്ല. I will take only the name of Jesus on my lips. എന്റെ നാവ് ഏതെങ്കിലും നാമം ഉരുവിടുന്നുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമായിരിക്കും. If you lift up that name will lift you up. ഓർക്കുക, ഈ നാമത്തെ നിങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ ഈ നാമം നിങ്ങളെയും ഉയർത്തും. Because it's a mutual contract. God says, Jesus says, if you honor me, I will honor you back. കാരണം ഇത് ഒരു പരസ്പര ധാരണയിലുള്ള കാര്യമാണ്. യേശു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നെ മാനിച്ചാൽ ഞാൻ നിങ്ങളെ മാനിക്കും. Hallelujah. Hallelujah. I'll show you how you can honor the name of Jesus. എങ്ങനെയാണ് യേശുവിന്റെ നാമത്തെ മാനിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു നൽകാം. Matthew chapter 10, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32 and 33. അതിന്റെ 33-34 വചനങ്ങൾ. Whoever acknowledges me before men, I will also acknowledge him before the Father in heaven. But whoever disowns me before men, I will disown him before my Father in heaven. മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുന്നിൽ ഞാനും ഏറ്റുപറയും. 33 മനുഷ്യരുടെ മുന്നിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. Jesus himself spoke this. യേശു കർത്താവ് തന്നെ സംസാരിച്ച കാര്യമാണിത്. If you acknowledge, if you confess, if you say publicly, if you utter the name of Jesus publicly before men, Jesus says, I will also acknowledge that person's name before my Father in heaven. യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ പരസ്യമായിട്ട്
പൊതുവിൽ നിന്നുകൊണ്ട് ജനസമക്ഷത്ത് Yes. എന്റെ നാമം ഏറ്റു പറയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേര് എന്റെ പിതാവിന്റെ മുന്നിൽ ഞാൻ നിങ്ങളെയും ഏറ്റു പറയും. Hallelujah. ഹല്ലേലൂയ. This is called the public confession of the name of Jesus. This is honoring the name of Jesus. ഇതിനെയാണ് പരസ്യമായി ഏറ്റുപറയുന്ന പരസ്യമായ ഏറ്റുപറച്ചിൽ, യേശുവിന്റെ നാമത്തെ പരസ്യമായി ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. ഇത് യേശുവിനെ മാനിക്കുന്നതിന് തുല്യമാണ്. For example, you are standing at a junction on a road. ഉദാഹരണമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു കവലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡിലോ നിൽക്കുകയാണെന്ന് കരുതുക. Somebody is publicly, people are around and somebody is asking you, what is your father's name? നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആരോ നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ പിതാവിന്റെ പേരെന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്ന് You're കരുതുക. zipping up your mouth and you're not speaking out anything. പക്ഷേ നിങ്ങൾ വായ അടച്ചു പൂട്ടിയിട്ട് നിങ്ങളുടെ പിതാവിന്റെ പേര് പറയുന്നില്ല എന്ന് Because you don't want to mention the name of your father. കാരണം നിങ്ങൾ ആ പിതാവിന്റെ പേര് പറയുവാനോ പരാമർശിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. How will your father feel if he knows about this? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പിതാവ് കേട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിനുണ്ടാകുന്നത്? My son, he is born of me and he is shameful to utter my name to others. എൻ്റെ മകൻ, എന്നിൽ നിന്ന് ജനിച്ച മകൻ, പക്ഷേ എൻ്റെ നാമം വിളിച്ചു പറയുന്നതിൽ വളരെ നാണക്കേട് വിചാരിക്കുന്നു. Actually, he is carrying my name. സത്യത്തിൽ അവൻ എൻ്റെ നാമമാണ് വഹിക്കുന്നത്. I'm Damien Anthony and Anthony is my father's name. ഞാൻ ഡാമിയൻ ആന്റണിയാണ്. ആന്റണി എന്നുള്ളതാണ് എൻ്റെ പിതാവിന്റെ പേര്. And if I am saying I am ashamed to mention my father's name, I don't want to utter his name publicly, my father will feel bad. എന്നാൽ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ പിതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എൻ്റെ പിതാവിന് അത് വളരെ ഭാരമായി വിഷമമായി തീരും. Because I am born of him, by default I am carrying his name. കാരണം ഞാൻ അവനിൽ നിന്നാണ്, അവനിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണിരിക്കുന്നത്. Because we are born of Jesus, by default we are carrying the name of Jesus. അതുകൊണ്ട് യേശുവിൽ നിന്ന് നാമം വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ആ നാമമാണ് നമ്മുടെ മേലുമുള്ളത്. Hallelujah. ഹല്ലേലൂയ. Now we are going to read a very important verse in the New Testament. ഇനി ഇപ്പോൾ പുതിയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. Romans 10:9. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വചനം. If you confess with your mouth Jesus is Lord and believe in your heart that God raised him from the dead, you will be saved. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. So simple but so significant. വളരെ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. Have you done this? നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ? If you have not, you can do it right away. നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് ചെയ്യുക. That is, confess with your mouth Jesus is Lord. കാരണം അത് കർത്താവ് എന്ന്, യേശു കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുന്ന കാര്യമാണ്. But before that, you have to do something that is written. Secondly, believe in your heart that God raised him from the dead. എന്നാൽ അതിനു മുന്നമേ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. എന്ത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന്. Shout hallelujah. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാലും. Pray this prayer after. ഈ പ്രാർത്ഥന എനിക്ക് ശേഷം പ്രാർത്ഥിച്ചാലും. Lord Jesus, കർത്താവായ യേശുവേ, I believe that you died for me. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And then you rose up for me. അത് മാത്രമല്ല, അങ്ങ് എനിക്കായി ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Thank you for dying for me, Lord. എനിക്ക് വേണ്ടി മരിച്ചതിനായി നന്ദി I അപ്പാ. confess my sins to you. എന്റെ പാപങ്ങൾ ഞാൻ അങ്ങയോട് ഏറ്റു പറയുന്നു. And hereby I confess with my mouth that Jesus is my Lord. അത് മാത്രമല്ല, എന്റെ വായ കൊണ്ട് ഞാൻ ഇപ്പോൾ ഏറ്റു പറയുന്നു, യേശു എന്റെ കർത്താവാണ്. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശുവേ. Amen. ആമേൻ. The name of Jesus releases eternal life into your life. ഓർക്കുക, യേശുവിന്റെ നാമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിത്യജീവനെ ഇപ്പോൾ പകർന്നിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. And you are born again. നിങ്ങൾ ഇപ്പോൾ വീണ്ടും You are ജനിച്ചിരിക്കുന്നു. saved. നിങ്ങൾ You are a രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. child of God. നിങ്ങൾ ദൈവ പൈതലായി You are not തീർന്നിരിക്കുന്നു. heading to hell, you are heading to heaven. നിങ്ങൾ ഇനിയിപ്പോൾ നരകത്തിലേക്കല്ല, മറിച്ച് സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. How do you know that, brother? എങ്ങനെ നിങ്ങൾക്ക് അതറിയാം സഹോദര? Because the
the unchanging word declares it. കാരണം മാറ്റമില്ലാത്ത വചനമാണ് ഈ കാര്യം പ്രസ്താവിച്ചിരിക്കുന്നത്. Right now I'm going to pray for you. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Lift your hands and pray. ഇപ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാമോ? Father, I release your blessings upon you. പിതാവേ, ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ ദൈവിക അനുഗ്രഹങ്ങളെ ഞാൻ പകർന്നു പ്രാർത്ഥിക്കുന്നു. Holy Spirit, touch your people. പരിശുദ്ധാത്മാവേ, അങ്ങ് ഈ ജനത്തെ തൊടണമേ. Heal them and deliver. കർത്താവേ, അങ്ങ് ഇവരെ തൊട്ട് സുഖപ്പെടുത്തണമേ. There are some people you have severe headache and the Lord is healing you. ഇപ്പോൾ വളരെ ശക്തമായ തലവേദനയുള്ള ആരൊക്കെയോ കർത്താവ് സൗഖ്യമാക്കിയാണ്. There are some others you have diarrhea and the Lord is healing you. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ഡയറിയയുടെ പ്രശ്നമുണ്ട്. കർത്താവ് ഇപ്പോൾ ഇതാ നിങ്ങളെ സൗഖ്യമാക്കുന്നു. All the skin diseases be healed. എല്ലാ തരത്തിലുള്ള സ്കിൻ ഡിസീസുകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. And brain related issues be healed. അതുപോലെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ മാറിപ്പോകുന്നു. And there are some women you have uterus related problems, the Lord is healing you. അതുപോലെ തന്നെ ചില സ്ത്രീകൾ യൂട്രസ് സംബന്ധമായ ചില അസുഖങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. People are coming out of demonic oppressions. അതുപോലെ തന്നെ പൈശാചിക ബാധകളിൽ നിന്ന് ജനങ്ങൾ ഇതാ പുറത്തു വരുന്നു. And some of you God is picking you out of depression. അതുമാത്രമല്ല വിഷാദ രോഗത്തിൽ നിന്ന് ആരൊക്കെയോ കർത്താവ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരികയാണ്. Whatever you need, lift your hands and pray. എന്താണ് നിങ്ങളുടെ ആവശ്യമെങ്കിലും ഇപ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. The power of God is coming on you. ഓ, ദൈവത്തിന്റെ ശക്തി ഇതാ നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. The power in the name of Jesus is coming to deliver you. ഓ, ദൈവത്തിന്റെ ശക്തി ഇതാ നിങ്ങളുടെ മേൽ ഇപ്പോൾ ഇറങ്ങി വരികയാണ്. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Hallelujah. Hallelujah. Right now the prayer line is ready. People are waiting for you. The ministers are waiting for you in the Blessing Today prayer call center. ഇപ്പോൾ തന്നെ പ്രയർ ലൈനിലുള്ളവർ ശുശ്രൂഷകന്മാർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവരെ വിളിക്കാൻ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. You can call up the prayer line, tell your prayer matters and they will be praying with you. നിങ്ങൾക്ക് ഇപ്പോൾ 0484422211 എന്ന് കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. Shout hallelujah. ശബ്ദം ഉയർത്തിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Tomorrow we will be having a wonderful service, online service. നാളെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓൺലൈൻ സർവീസ് ഉണ്ടായിരിക്കും. Anywhere from the world you can watch it. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുകൊണ്ടും നിങ്ങൾക്ക് അത് വീക്ഷിക്കാൻ സാധിക്കും. It will be live telecast on Harvest TV. ഇത് ഹാർവസ്റ്റ് ടിവി ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് കാണാൻ You സാധിക്കും. can also watch on YouTube and Facebook. അപ്പോൾ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് ഇത് കാണാം. Sharp at 10 o'clock Indian Standard Time. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ കൃത്യം 10 മണിക്ക് ഇത് സംഭവിക്കുന്നതാണ്. Remember to attend to all the evening services. അത് മാത്രമല്ല വൈകുന്നേരം നടക്കുന്ന സർവീസുകളും അറ്റൻഡ് ചെയ്യുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Monday we will meet again for this morning glory from Blessing Today. ബ്ലെസ്സിംഗ് ടുഡേ എന്നുള്ള മോർണിംഗ് ഗ്ലോറിക്ക് വേണ്ടി തിങ്കളാഴ്ച നമുക്ക് വീണ്ടും സന്ധിക്കാം. Send the link of this video to as many people as possible. നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോയുടെ പ്രത്യേകിച്ച് മോർണിംഗ് ഗ്ലോറിയുടെ വീഡിയോ ദയവായി അയച്ചു കൊടുത്താലും. God bless you. See you tomorrow. Bye-bye. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ബൈ. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. ഓ യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി. യേശുവേ, യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. ഓ യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി. ഓ എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. ഓ എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ.